ഒരു കാലത്തെ പാലസാണിത്. ഒരു കാലത്തെ പാലസ് ഇപ്പം എങ്ങനെ കിടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം. നവാബുമാർ താമസിച്ചിരുന്ന ഒരു പാലസിൻ്റെ ഇന്നത്തെ ഒരവസ്ഥയാണ്. അതിഗംഭീരമായൊരു ടൂറിസ്റ്റ് സ്പേസ് ആക്കാനുള്ള, ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് ആക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അണ്ടർഗ്രൗണ്ട് ഗുഹകളുണ്ട്. ഒരു ഭയങ്കരമായ സംവിധാനമാണ്. അങ്ങനെ നമ്മളുടെ യാത്ര ഇന്ന് രാവിലെ പുറപ്പെട്ടിട്ട് പഞ്ചാബിലെ ധുരി എന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ധുരിയിൽ നിന്ന് നമ്മൾ മലർക്കോട്ട്ല എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. മലർക്കോട്ട്ല ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ പ്രത്യേകത ഒന്ന്, പഞ്ചാബിലെ തന്നെ ഏക മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. സോ ടുവേർഡ്സ് മലർക്കോട്ടിലേക്ക് പോകാനുള്ള സ്റ്റേഷനാണ് ധുരി. ഇങ്ങനെ പഞ്ചാബിലെ മലർക്കോട്ട്ല എന്ന സ്ഥലത്തെത്തി. ഒരു ഗ്രാമപ്രദേശമാണ്. നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ ഒരവസ്ഥ. പള്ളിയുണ്ട്, പള്ളി കയറി നിസ്കരിക്കട്ടെ. സാധാരണ പള്ളി. ഇതിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, അവിടേക്കൊന്ന് പോകാമെന്നുള്ളതാണ് നമ്മളുടെ പ്ലാനിൽ. ഈ പ്രദേശം പഞ്ചാബിലെ ഏക മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയാണ്. അപ്പോൾ അവിടെയുള്ള ഹവേലി കാണാൻ പോവാണ്. ഇതാണ് ഹവേലിയിലേക്കുള്ള റോഡ്. വളരെ ചുരുങ്ങിയ ടൂറിസ്റ്റ് ഹിസ്റ്റോറിക്കൽ സൈറ്റുകളാണ് ഇവിടെ ഉള്ളത്. നവാബുമാരുടെ ഹവേലിയൊക്കെയാണ്. അതിലൊന്നാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഹവേലിക്കുള്ള ഗേറ്റ്. ഞങ്ങളുടെ ഇഫ്താർ യാത്രയുടെ 4ാം ദിനത്തിലാണ് പഞ്ചാബിന്റെ മലപ്പുറം എന്ന് വിളിക്കാവുന്ന മലർക്കോട്ട്ല എന്ന സ്ഥലം. മതസൗഹാർദ്ദത്തിന്റെ ഒരു സെന്ററാണ്. 70% മുസ്ലിങ്ങളും 20% ഹിന്ദുക്കളും 10% സിഖുകാരുമുള്ള ഈ സ്ഥലം വലിയ മതസൗഹാർദ്ദത്തിന്റെ സെന്ററാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നാട്ടുകാർ മുഴുവനും കലാപമുണ്ടായി. ഈ പഞ്ചാബിലെ പല സ്ഥലത്തു നിന്നും മുസ്ലിങ്ങളും മറ്റും നാട് വിട്ടു പോകുമ്പം ഈ സ്ഥലം വളരെ സുരക്ഷിതമായിരുന്നു. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഗുരു ഗോവിന്ദ സിംഗിന്റെ 2 മക്കളെ വസീർ ഖാൻ എന്ന സർഹിന്ദിലെ വസീർ വധിച്ചു കളയാൻ പറഞ്ഞപ്പോൾ അന്ന് ഷേർ മുഹമ്മദ് ഖാൻ എന്ന ഈ മലർക്കോട്ട്ലയിലെ നവാബാണ് സംരക്ഷിക്കുന്നത്. അതിന്റെ അനുബന്ധിച്ച് ഹാദ നാര എന്ന പേരിലൊരു വലിയൊരു ചരിത്ര സംഭവം നടക്കുന്നുണ്ട്. അന്ന് ഗുരു ഗോവിന്ദ സിംഗ് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു വാളും കൊടുത്തിട്ടുണ്ട്. അത് ഇതായിരുന്നു: നിങ്ങളെ എല്ലാവരും സംരക്ഷിക്കുന്നത്. ആ വിശുദ്ധ വാള് സംരക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. 19ാം നൂറ്റാണ്ടിൽ നവാബ് ഇബ്രാഹിം അലി ഖാനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം പണിതിട്ടുള്ളത്. 1901 അഹമ്മദ് അലി ഖാൻ എന്ന ആള് ഇത് പൂർത്തിയാക്കി. പിന്നീട് ദീർഘകാലം മലർക്കോട്ട്ലയുടെ നവാബുമാരാണ് ഈ സ്ഥലത്ത് ജീവിച്ചതും ഭരിച്ചതും ഈ കൊട്ടാരത്തിൽ അന്തിയുറങ്ങിയതുമൊക്കെ. അവസാനം 2023 വരെ മുബാറക് മൻസിൽ എന്നറിയപ്പെടുന്ന ഈ പാലസിൽ ബീഗം മുനവറ നിസ എന്ന ആളാണ് അവസാനം ഭരിക്കുന്നത്. 103 വയസ്സ് വരെ അവർ ജീവിക്കുന്നുണ്ട്. 2020 ആവുന്ന സമയത്ത് 2021 അവർ വലിയൊരു ആഗ്രഹമായിരുന്നു സംരക്ഷിക കൊള്ളണമെന്ന്. അതിന്റെ ഭാഗമായിട്ട് ഇത് പഞ്ചാബ് ഗവൺമെന്റിന് കൊടുക്കുകയും അതിൽ ഒരു മുറി മാത്രം അവർ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇത് സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവിച്ചത്, അവരുടെ മരണശേഷം ചില വിസിറ്റുകളൊക്കെ നടന്നെങ്കിലും ഇത് ഇപ്പോൾ നോക്കൂ, തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പ്രദേശം. മുബാറക് മൻസിൽ പാലസ്. ഈ പാലസിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതിന് ഇൻഡോ ഇസ്ലാമിക് യൂറോപ്യൻ ആർക്കിടെക്ചറിൽ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആണ്. പാലസ് ആയിരുന്നു, നല്ല പെയിന്റ് കൊടുത്തിരുന്നു. പക്ഷെ ഇതിന്റെ എല്ലാ ഭാഗവും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഞങ്ങൾ പോയ സമയത്ത് ഇതിന്റെ അടുത്തേക്ക് പോകുന്ന റോഡ് നമ്മൾ കണ്ടു. തകർന്ന് തരിപ്പണമായ റോഡാണ്. അകത്തെത്തിയപ്പോൾ അതിനേക്കാൾ ഭീകരം. ഞങ്ങൾ ആരും വിസിറ്റ് ചെയ്യാറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒരു 2 പോലീസുകാരുണ്ട്, അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യം പുറത്തൊക്കെ ഒന്ന് കണ്ടുവരുന്നു. നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ പിന്നീട് പുറഭാഗം കണ്ടതിന് ശേഷമാണ് അകത്ത് കയറിയപ്പോൾ. അങ്ങനെ വീഡിയോ ഒന്നും വല്ലാണ്ട് എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഏതായാലും അകം കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. ഇത്രയും വലിയൊരു പാലസ്
ദീർഘമായ ചരിത്രമുള്ള, മതസൗഹാർദ്ദത്തിൻ്റെ ചരിത്രമുള്ള, അതിനപ്പുറം വസീർ ഖാനെ എതിരിട്ടതിൻ്റെ ഫലമായിട്ട് ഏഹ്, ഗുരു ഗോവിന്ദ സിംഗ് ഷേർ മുഹമ്മദ് ഖാന് നൽകിയിട്ടുണ്ടായിരുന്ന വാള് സംരക്ഷിച്ചിട്ടുള്ള, അതുപോലെ ദീർഘകാലമായിട്ട് ബീഗം മുനവറുന്നീസ താമസിച്ചിരുന്ന ഈ സ്ഥലം, അവരെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് സംരക്ഷിക്കാന്ന്. അതുപോലെ നടക്കാത്ത ഈ സ്ഥലം, അത് അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നും. വലിയ ബിൽഡിംഗ്, ഓരോ റൂമിലും ഇതുപോലെ ചൂട് കായാനുള്ള സ്ഥലം, തണുപ്പ് കാലത്ത് ചൂട് കായാനുള്ള സ്ഥലം, വലിയ ഗോവണികൾ, മുകളിലേക്കുള്ള പ്രദേശം, താഴേക്ക് ഗർത്തങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ള അതിഗംഭീരമായ ഒരു സ്ഥലമാണ്.